ശരി, ശ്രീ പി വി അൻവർ, ഇപ്പോൾ പി ശശിയുമായി ബന്ധപ്പെട്ട് ഇന്ന് താങ്കൾ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയെ കാണുന്ന സമയം അല്പം കൂടി നീട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തുവിട്ട തെളിവുകൾ അടക്കം മുഖ്യമന്ത്രിയെ കാണാൻ നാളെ പോകുമെന്നാണോ, അതോ ഇനിയും തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്നാണോ? കേട്ടില്ല. അല്ല, എനിക്ക് ഇനി അടിയന്തരമായി കാണേണ്ടത് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയെയും ഈ കേസിൻ്റെ SITയുടെ ഹെഡ് എന്ന നിലക്കും പോലീസിൻ്റെ സംസ്ഥാന ചീഫ് എന്ന നിലക്കും DGP ആണ്. ആ രണ്ടുപേരെയും നാളെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എൻ്റെ ഡ്രാഫ്റ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കാനുള്ള പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് പൂർത്തിയാവുന്നേ ഉള്ളൂ. അതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. അത് തീരുകയാണെങ്കിൽ നാളെ ഞാൻ പാർട്ടി സെക്രട്ടറിയെയും അതുപോലെ തന്നെ ഈ DGP എന്തായാലും നാളെ വരികയാണെങ്കിൽ ഞാൻ കാണും. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയെ കാണാൻ ഒരുപക്ഷെ ഒരു ദിവസം കൂടി എടുത്തേക്കാം. ശ്രീ പി വി അൻവർ, ഇപ്പോൾ ADGP ഓണം അവധിക്ക് പോകുന്നു. ഓണം അവധിക്ക് ശേഷം അവധി നീട്ടാൻ ആവശ്യപ്പെടും. ഇതൊക്കെയായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്റെ അവധി റദ്ദാക്കുകയാണ്. തനിക്ക് അവധി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോവുകയാണ്. എന്താണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അപ്പം തെളിവ് നശിപ്പിക്കാൻ വേറെ ആരൊക്കെ ഏൽപ്പിച്ചു, അതിന് സംവിധാനം ഒരുക്കി. അതിനായിരുന്നല്ലോ ലീവ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന് സംവിധാനം ഒരുക്കിയപ്പോൾ പിന്നെ ലീവ് വേണ്ട, അവിടെ തന്നെ ഇരുന്നിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഭയങ്കര കൂർമ്മ ബുദ്ധിക്കാരനല്ലേ മതി, നല്ല കൂർമ്മ ബുദ്ധി ഉണ്ടല്ലോ, നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനായിട്ടുള്ള ഉപദേശമൊന്നും ആവശ്യമില്ല. ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? എത്ര ദിവസമായി താങ്കൾ തുടരെ തെളിവുകളും വിവരങ്ങളും പുറത്തേക്ക് വിടുന്നു? എന്തുകൊണ്ടാണ് വൈകുന്നത്? അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് അതിലേക്ക് വരാം. ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കാരായി രാജൻ, IP ബിനു, ഈ കാരായി രാജൻ ആരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂരിൽ കിടക്കുന്ന UDF നേതൃത്വം നാട് കടത്തപ്പെട്ടൊരു വ്യക്തിയാണ്, വളരെ പ്രായമുള്ള വ്യക്തിയാണ്. കാരായി രാജൻ്റെ CDR പരിശോധിക്കാൻ പോലീസ് ആവശ്യപ്പെട്ട് CDR പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലെ ദുരുദ്ദേശം? എവിടെയെങ്കിലും ഒന്ന് കോർത്തിറക്കാൻ പറ്റിയാൽ കണ്ണൂർ പാർട്ടിയിലേക്ക് ഇത് പോകും. അപ്പോൾ പിന്നെ ജയരാജന്മാരെല്ലാവരും പ്രതി. ഈ ജയരാജന്മാരെല്ലാം ഈ ഗൂഢാലോചനയുടെ പിന്നിലുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രി അറിയാതിരിക്കുമോ? എങ്ങോട്ടേക്കാണ് ഇവരിത് കൊണ്ടുപോയത്? IP ബിനു AKG സെൻറ്ററിന് 100 വാരാപ്പുറയാണ് സഖാവ് താമസിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ പാർട്ടിയുടെ ആക്റ്റീവായിട്ടുള്ള സഖാവാണ് IP ബിനു. ആ IP ബിനു കുടുങ്ങിയാൽ ഒന്ന് തോണ്ടിയിടാൻ കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് കാരായി രാജൻ്റെ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരായി രാജനെ ഇതിൽ CDR പരിശോധിച്ചതിൽ നിന്നും വിവരമുള്ള സാധാ കോമൺ സെൻസുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാം. അത് കണ്ണൂരിലെ പാർട്ടി സഖാക്കളിൽ ഈ പറയുന്ന പ്രമുഖരായ നമ്മുടെ ഈ എന്താ പറയുക ജയരാജന്മാരിലേക്ക് എത്തിക്കുന്നു. ജയരാജന്മാരിൽ നിന്ന് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നു, പാർട്ടി സെക്രട്ടറിയിലേക്ക് എത്തിക്കുന്നു. ആ ദുരുദ്ദേശത്തിലല്ലേ കാരായി രാജൻ്റെ CDR എടുക്കുന്നത്? ഇതെന്തോ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇങ്ങനെയാണ് പച്ചയായ കാര്യങ്ങൾ, ഈ രീതിയിലാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാൻ പറയുന്നത്, ഇത് പരിശോധനാ വിധേയമാക്കണം. ഈ സംഘത്തിൻ്റെ ക്ലച്ചസിൽ നിന്നും ഈ സ്റ്റേറ്റിനെയും അതിലൂടെ ഈ പാർട്ടിയെ തകർക്കാനുള്ള അവരുടെ ഗൂഢാലോചനയും ഒരു കാല് UDFൽ, ഒരു കാല് എന്താ പറയുന്ന BJP RSSൽ, ഈ രണ്ട് തോടിയിൽ കാലിട്ടുകൊണ്ട് എങ്ങനെയൊക്കെ ഉറപ്പിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും തളർത്താം, തകർക്കാം, ചീത്തപ്പേരുണ്ടാക്കാം. ഇതിൽ റിസർച്ച് നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ ഹെഡാണ് ഈ പറയുന്ന അജിത് കുമാർ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് ഈ DYSP കൊടുക്കുന്നത് 2023 5-ാം മാസമാണ്. ആർക്കാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ആരാ? അജിത് കുമാർ അല്ലേ? അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇത് വരില്ലേ? എന്നിട്ട് എന്തേ മുഖ്യമന്ത്രിയെ കാണാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രിയോട് സംസാരിക്കാതിരുന്നത്? അപ്പോൾ എവിടെയാണിത് പൂഴ്ത്തുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ കൊണ്ടുപോയി അവിടെ പൂഴ്ത്തുന്ന ഫയലാണോ ഇത്? ഒരു സംസ്ഥാനത്ത് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഏറ്റവും വലിയ കേസാണിത്. സോളാർ പോലെ അങ്ങനെ എത്ര അനവധി കേസുകൾ ഇനിയും വരാൻ നിൽക്കുന്നു. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ. അതാണ് എൻ്റെ വാദം.